കോൺഗ്രസ് സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഈ അടുത്ത കാലത്ത് നെഹ്റുവിൻ്റെ കാലത്തിനൊക്കെ ശേഷമുള്ള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ഈ കാലയളവിലുടനീളം വർഗീയ ശക്തികളോട് സമരസപ്പെട്ടു പോകുന്ന അനുരഞ്ജനത്തിൻ്റെ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണെന്ന കാര്യം മുരളീധരനും ബോധ്യമുള്ളതാണ്, അറിയാവുന്നതാണ്, മാലോകർക്കാകെ അറിയാവുന്നതാണ്. അത് അദ്ദേഹം അത് സംബന്ധിച്ചും ഒന്ന് ഓർമ്മിക്കുന്നതും പ്രതികരിക്കുന്നതും നല്ലതാണ്. രാമക്ഷേത്രം അയോധ്യയിൽ പള്ളി പൊളിച്ചെടുത്ത്, ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് തന്നെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിൽ അഭിമാനം കൊള്ളുകയും ബാബരി മസ്ജിദ് RSSന് സംഘപരിവാറിന് തുറന്നുകൊടുത്തതിൻ്റെ ക്രെഡിറ്റ് സംഘപരിവാറിന് മാത്രമല്ല, അവരെക്കാളും അതിൻ്റെ ക്രെഡിറ്റിൻ്റെ അവകാശികൾ ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് മുമ്പോട്ട് വന്ന, യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ മുന്നോട്ട് വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ പ്രാമാണികനായ നേതാവ് കമൽനാഥ് പരസ്യമായിട്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. 11 വെള്ളി ഇഷ്ടികകൾ പൂജിച്ച് കൊടുത്തയക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടന സന്ദർഭത്തിൽ. അതേ നിലപാട് തന്നെയാണ് കമൽനാഥും അതുപോലുള്ള ആളുകളും ഉയർത്തിപ്പിടിച്ച അതേ നിലപാട് തന്നെയാണ് സോണിയാഗാന്ധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകാൻ ഇടയില്ല. നമ്മുടെ മഹത്തായ മതനിരപേക്ഷ രാജ്യത്തെ ഒരു സവർണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു മതരാഷ്ട്രമാക്കി തീർക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമാണ് അയോധ്യയിലെ പള്ളി പൊളിച്ചതും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതും അവസാനം അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംഘടിപ്പിച്ചത് എന്നുമുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചത്. ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുള്ളവർ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാവരും ഗൗരവത്തോടെ പര്യാലോചനക്ക് വിഷയമാക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയത്തെ മതവൽക്കരിക്കുകയും അതുപോലെ തന്നെ വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന BJPയുടെ നീക്കങ്ങൾക്ക്, സംഘപരിവാറിൻ്റെ നീക്കങ്ങൾക്ക് ഒപ്പം ചേരലാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കോൺഗ്രസിൻ്റെ ഈ അവസരവാദപരമായ നിലപാടുകൾ തിരിച്ചറിഞ്ഞ് മതനിരപക്ഷവാദികളായ കോൺഗ്രസ്സുകാരുണ്ട്, അനേകം പേരുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ. കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവർ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള അതിവിശാലമായ മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ പിന്മുറക്കാരായിട്ടുള്ളവർ, അത്തരത്തിലുള്ള ആളുകളെല്ലാം കോൺഗ്രസ്സുകാരുൾപ്പെടെ എല്ലാവരും കോൺഗ്രസിൻ്റെ ഈ അപജയത്തിനെതിരായി രംഗത്ത് വരണം. മുരളീധരൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡൻ്റായിരുന്നയാളാണ്, നിലവിൽ MP ആണ്. അദ്ദേഹം ഈ അയോധ്യയിലെ ഈ പ്രശ്നത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പള്ളി പൊളിച്ചെടുത്ത് തന്നെ നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കരുത് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ അദ്ദേഹം വേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായ സംഘപരിവാർ അനുകൂലമായ നിലപാട് തിരുത്തിക്കാൻ ഇതിനകം താൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാക്കണം. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഈ സംഘപരിവാർ അനുകൂല നിലപാടിനെതിരായിട്ടുള്ള മതനിരപേക്ഷ ശക്തികളുടെ പോരാട്ടത്തോടൊപ്പം അണിനിരക്കാനാണ് അദ്ദേഹം ആത്മാർത്ഥതയുണ്ടെങ്കിൽ തയ്യാറാവേണ്ടത്.